ആകെ മൊത്തം കംപ്ലൈൻറ്റുകളാണ്. ഹായ് ഫ്രണ്ട്സ്, നല്ല മഴ പുറത്ത് പെയ്യുന്നു, മൊത്തത്തിലൊരു തണുപ്പൊക്കെയാണ്, കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മേശയിൽ ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എപ്പോൾ പണി തീരുമെന്ന് അറിയത്തില്ല. ഒരു പ്രൊജക്ടറുണ്ട്, സോണിയുടെ വലിയ പ്രൊജക്ടർ, പിന്നെ സാംസങ്ങിൻ്റെ ഒരു 5.1 3D ബ്ലൂറേ പ്ലെയർ, അടിപൊളി സാധനം. അത് മെക്കാനിസം സ്റ്റക്കായിരിക്കുന്നു. സോണിക്കുള്ള ഹോം തിയേറ്റർ പോലെ തന്നെയുള്ള സൂപ്പർ ഒരു ഹോം തിയേറ്ററാണ് സാംസങ്ങിൻ്റെ. നല്ല നല്ല സാധനമാണ് അതിൻ്റെ ഫ്രണ്ടുമൊക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സോണിയുടെ ഒരു R3 എന്ന് പറഞ്ഞ് RT3 എന്ന് പറഞ്ഞൊരു ഹോം തിയേറ്റർ. അതും ഇച്ചിരി പഴക്കമുള്ളതാണ്, ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ 2 അത്യാവശ്യക്കാർ വന്നിരിക്കുന്നു. പ്രീതിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കറും പിന്നെ ബീറ്റലിൻ്റെ ഒരു ഫോണും. ഫോൺ വിളിക്കാൻ അത്യാവശ്യമുള്ളവരും ചായ തിളപ്പിക്കാൻ അത്യാവശ്യമുള്ളവരും ആയതുകൊണ്ട് അവരെ നമ്മൾ ഇവരുടെ കൂടെ വെക്കുവാണ്. അവരെ ആദ്യം തന്നെ അങ്ങ് നോക്കിയേക്കാമെന്ന് വിചാരിക്കുന്നു. വല്ല കാര്യങ്ങളും നടപടി ഉള്ളതാണെങ്കിൽ നമുക്ക് ശരിയാക്കി വിടാം, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. കാരണം ചായയൊക്കെ ഇല്ലാതെ അവർക്ക് ബുദ്ധിമുട്ടാക്കണ്ട നമ്മളായിട്ട്. ടോണൊക്കെ ഒന്ന് ആദ്യം നോക്കാം. ആറ്റും ബീറ്റലിൻ്റെ ഫോൺ തന്നെയാണ് അയച്ചത്. ഫോണിൻ്റെ ഒരു ബസറുണ്ട് ഇവിടെ, ഇതാണ്ട് ഈ കാണുന്ന ഈ ബസർ ഒന്ന് കാണിച്ച്. ഇതാണ് ബെല്ലടിക്കുന്ന ബസർ. ഇത് നമ്മൾ ഒരു മീറ്റർ വെച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, കിരികിരാന്നുള്ള ശബ്ദമുണ്ട്. അപ്പോൾ ബസർ ഓക്കെയാണ്. പിന്നെ അടുത്ത മുകളിലിടുമ്പോൾ ആ സാധനം വീണ്ടും നമ്മൾ ആ മോഡെന്ന് പറഞ്ഞാൽ ഇത് വർക്കാകണം. മീറ്റർ കഴിഞ്ഞ് അല്ല വർക്കാവുന്നുണ്ട്, മീറ്റർ വർക്കാവും. അപ്പോൾ ബസർ കുഴപ്പമില്ല, അല്ല ബസർ കിരികിരാന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ബസർ ഓക്കെയാണ്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു 2 കംപ്ലൈൻറ്റ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇതൊരു 2 കപ്പാസിറ്റർ ഇവിടെ തുരുമ്പെടുത്ത് പോയി. ഇതുണ്ടോ, 2 കപ്പാസിറ്ററുണ്ട്. ഒരുത്തന്നെ ഇവിടെ തുരുമ്പെടുത്തിരിക്കുന്നു. ഇത് മൈനസ് ഇങ്ങോട്ട് 2 പേര്. പിന്നെ ഒരു ഡിസ്ക് കപ്പാസിറ്റർ 1-2 പേര് ചെറുതായിട്ടുണ്ട്. അത് നമുക്ക് പറയത്തക്ക വലിയ കുഴപ്പമില്ല. ഡിസ്ക് അവിടെ കണക്ഷൻ പോയിട്ടില്ല. അപ്പോൾ എന്നാൽ ഈ 2 കപ്പാസിറ്റർ മാറി നോക്കാം. എന്നിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് വേറെ ഫോൺ മേടിച്ചോളാൻ പറയാം. കാരണം ഒരു ബെല്ല് പുറത്ത് വെച്ചാലും മതി. മെയിനായിട്ട് ഇപ്പോൾ പോയിരിക്കുന്ന ഇലക്ട്രോളൈസ്ഡ് കപ്പാസിറ്റർ 2 ബാക്കി കുറേ ഇലക്ട്രോളൈസ് 10 വോൾട്ടൊക്കെ ഉണ്ട്. അതിനൊന്നും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ അടിയിലായതുകൊണ്ട് അറിയത്തില്ല. പക്ഷേ ബാക്കിയെല്ലാം വർക്കിംഗ് ആണെന്ന് അവർ പറഞ്ഞു. കപ്പാസിറ്റർ എടുക്കുകയാണ്. അതിൻ്റെ വാല്യൂ ഇതുണ്ട്, പൊട്ടി കാല് പോയതാണ്. 10 UF 63 വോൾട്ടാണ്. 1063 അത് കിടന്നത് ഒരെണ്ണം. ഇതും അത് തന്നെയാണെന്ന് നോക്കട്ടെ. ഇത് 100 വോൾട്ടാണ്, 10 അല്ല. അപ്പം 100 വോൾട്ട്. 10 UF 63 വോൾട്ട് ആദ്യം അവിടെ ഇടാം, മാറിപ്പോകാതെ. നമ്മളൊരു ഇച്ചിരി MFD കൂടിയ സാധനമാണ് ഇടുന്നത്. MFD കൂടുന്നതുകൊണ്ട് ചോളയും കൂടുമെന്നുള്ളതൊന്നും സംഭവിക്കാനൊന്നുമില്ല. അപ്പോൾ അത് ഇടുവാണ്. കാലം നല്ലപോലെ ചേർണ്ടണം. ഇത് കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ് ഇടുന്നത്. കുഴപ്പമില്ല, നമുക്കിവിടെ കിട്ടാവുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കെൽട്രോണിൻ്റെ കപ്പാസിറ്റർ അല്ല. പണ്ടത്തെ സാഹചര്യത്തിലും കെൽട്രോണിൻ്റെ കപ്പാസിറ്ററിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. തീരെ മോശം കപ്പാസിറ്ററൊന്നും അല്ല, ഞങ്ങൾ ഒത്തിരി അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, റൂബിക്കോണും മറ്റാ ബ്രാൻഡുകൾ, ജപ്പാൻ ബ്രാൻഡുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കൂടി, അതായത് ഒത്തിരി വിലയുള്ള സെറ്റുകളിൽ നമ്മളിത് ഇടുമ്പോൾ ചിലപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ ഉള്ളൂ. അല്ലാതെ കെൽട്രോൺ മോശമൊന്നുമല്ല. കെൽട്രോൺ നല്ല കമ്പനി തന്നെയാണ്. കപ്പാസിറ്റർ പണ്ട് തൊട്ട് കെൽട്രോണിൻ്റെ കപ്പാസിറ്റർ ഞാൻ ഉപയോഗിക്കുന്നതാണ്. എൻ്റെ ഈ തട്ടയിൽ തന്നെ ഒരു വിധം ഇരിക്കുന്ന കപ്പാസിറ്ററൊക്കെ തന്നെ കെൽട്രോണിൻ്റെ തന്നെയാണ്. ഞാൻ വേറെ ഒരു ബ്രാൻഡിനേക്കാളും വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ലെഡും ഫ്ലെക്സും. പണ്ട് കെൽട്രോണിൻ്റെ TV ഒക്കെ ഇഷ്ടംപോലെ നന്നാക്കിയിട്ടുണ്ട്. തോഷിബായുടെ സർക്യൂട്ട് വെച്ചാണ്
കെൽട്രോൺ ടി വി ഉണ്ടാക്കിയിരുന്നത്. അന്നൊക്കെ ബുക്ക് ചെയ്യണമായിരുന്നു. കെൽട്രോണിൻ്റെ ഒരു ടി വി കിട്ടണമെങ്കിൽ ബുക്ക് ചെയ്തൊക്കെയാണ് ചെയ്തിരുന്നത്. മാളികൽ ഏജൻസീസാണ് അത് അന്ന് വിറ്റിരുന്നത്. ഓൾ കേരള അവർ വഴിയെ നമുക്ക് കെൽട്രോണിൻ്റെ ടി വി കിട്ടത്തുള്ളായിരുന്നു. നല്ലൊരു ടി വി ആയിരുന്നു. നമ്മൾ തടിപ്പെട്ടി തൊട്ടുള്ള കെൽട്രോൺ ടി വി ഞാൻ നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു പ്രയാസം എത്രേ ഉള്ളൂ, ഞാൻ ഇതിലും വലിയ ഒരു പ്രതീക്ഷ കെൽട്രോണിൽ വെച്ചു. ആ പ്രതീക്ഷയ്ക്ക് ഒത്തവിധം കെൽട്രോൺ വളർന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഞാൻ ഒരിക്കൽ പറഞ്ഞുള്ളൂ. കെൽട്രോൺ അടുത്ത ഫോൺ എടുക്കട്ടെ. അടുത്ത കപ്പാസിറ്റർ പറിച്ചു. ഈ ഫോൺ കാരണമാണ് പണി മുഴുവൻ പെൻഡിങ് ആവുന്നത്. ഹലോ, 2 കപ്പാസിറ്റർ നമ്മൾ മാറിയിട്ടുണ്ട്. മിക്കവാറും ബെല്ലടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി താഴെ കൊണ്ടേ ഫോൺ കണക്ട് ചെയ്ത് ബെല്ലടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പരിപാടി നിർത്താം. വേറെ കുഴപ്പം കണ്ടില്ല. പിന്നെ ഡിസ്കിനുള്ളതെന്ന് പറഞ്ഞാലും ഡിസ്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനത് അനക്കിപ്പോൾ അത് കാലൊന്നും വിട്ടൊന്നും പോയിട്ടില്ല. മറ്റേ കാല് ദ്രവിച്ചു പോയി. ഡിസ്ക് കപ്പാസിറ്ററിന് അങ്ങനെ വലിയൊരു വിഷയം വരികയല്ലോ, അറിയാമല്ലോ. അപ്പോൾ ബീറ്റൽ ഫോൺ ഏകദേശം തീർന്നെന്ന് വിചാരിക്കുന്നു. പണി തീർന്ന് ബെല്ലടിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി താഴെ പോയി കഴിഞ്ഞ് നമുക്ക് ലാൻഡ് ഫോണെ കണക്ട് ചെയ്യണം. നമുക്കിവിടെ ലാൻഡ് ഫോൺ ഉണ്ട്, അത് കണക്ട് ചെയ്ത് ഇങ്ങോട്ട് വിട്ടിട്ടില്ല. ഇപ്പോൾ എല്ലാം മൊബൈലിലായതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്താലേ അത് അറിയാൻ പറ്റുള്ളൂ. ഇത് 2 ലോക്കിലാണ് ഇതിരുന്നത്. ആ ലോക്കൊന്ന് ഇട്ടോട്ടെ. ഇവിടെ ഒരു കുഞ്ഞ് സ്ക്രൂ അവർ കൊടുത്തിട്ടുണ്ട്, 4 ലോക്ക് കൂടാതെ. സ്ക്രൂ ആയിട്ട് ഒറ്റ ഒരെണ്ണം അതേ ഉള്ളൂ. പിന്നെ കവറിൻ്റെ സ്ക്രൂവേ ഉള്ളൂ. ഇത് ഈ സാധനം മണ്ടയിലാണ് വരണ്ടേ. സ്വിച്ച് താഴോട്ടാണ് അത് ഇട്ടത് ഒന്ന്. അപ്പോൾ ഇതെടുത്തൊന്ന് ഇങ്ങോട്ടൊന്ന് പൊക്കിയിട്ടാൽ മതി. അപ്പോൾ സ്വിച്ചായി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം, ഇതാണ് ഇതിൻ്റെ സ്വിച്ച് വർക്കിംഗ്. അതിൻ്റെ അടി വന്നുകൊണ്ടാണ് വെച്ചപ്പോൾ പറ്റിയതാണ്. ഇതാണ് ബസറിൻ്റെ. പിന്നെ ഇതിൻ്റെ സൈഡ് കവറിൻ്റെ കണക്ഷനാണ്. അത് നമ്മളങ്ങനെ കയറ്റി വെക്കുവാണ്. ചുമ്മാ കയറ്റി വെച്ചാൽ മതി തോന്നുന്നു. എന്താ കയറ്റി വെക്കുകയാണോ? അതിനൊരു വെട്ടുണ്ടെന്ന് തോന്നുന്നു. വെട്ടുണ്ട്. വെട്ടിൽ കയറ്റി ഇറക്കണം. ഓക്കെ. കണക്ഷനായി. അപ്പോൾ ബീറ്റിൽ നമുക്ക് താഴെ കൊണ്ട് കണക്ട് ചെയ്ത് നോക്കാം. അവൻ്റെ പണി കഴിച്ച് അവനെ നമ്മൾ മാറ്റി വെച്ചെന്ന്. ഇനി നമുക്ക് ഇൻഡക്ഷൻ കുക്കർ നോക്കാം. ചെറിയ ചെറിയ സാധനങ്ങളാണല്ലോ ആദ്യം നന്നാക്കേണ്ടത്. ഇൻഡക്ഷൻ കുക്കർ ശരിക്കും പ്രീതിക്കാരെ ഏൽപ്പിക്കേണ്ടതാണ്. അതിൻ്റെ അവസ്ഥ അത്ര നല്ലതല്ല. അതിൻ്റെ സ്വിച്ചുകളൊക്കെ ആകുന്നുണ്ട്. ബോർഡൊക്കെ നല്ല നീറ്റ് ബോർഡൊക്കെയാണ്. പറയത്തക്ക കുഴപ്പമൊന്നുമില്ല. കുറേ ഡ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനൊന്ന് ചെയ്ത് നോക്കുവാണ്.
ഞാൻ ചെയ്തോളാം. ഞാനിതൊക്കെ ചെയ്തോളാം. മണ്ട വെച്ചേക്കാം. മണ്ടയിലോട്ട് വെക്കാം വീഡിയോ.
നമ്മൾ ഇൻഡക്ഷൻ കുക്കർ റെഡിയാക്കി വെച്ചു. പിന്നെ ഇത് ഫോൺ റെഡിയാക്കി വെച്ചു. ഇപ്പം മൂന്നാമത് RT3 എടുത്തിരിക്കുക സോണിയുടെ. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേ പോയിട്ടുണ്ട്. സെറ്റ് ബോർഡ് കംപ്ലൈൻറ്റ് എല്ലാം ഞാൻ തീർത്ത് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേക്ക് കംപ്ലൈൻ്റ് ആണ്. ഡിസ്പ്ലേക്ക് ഭയങ്കര വിലയാണ്. ഭയങ്കര വില എന്ന് പറഞ്ഞാൽ നല്ലൊരു വിലയുണ്ട്. അപ്പോൾ ഈ ഡിസ്പ്ലേ ഇല്ലാതെ വേറെ രീതിയിൽ ഇത് വർക്ക് ചെയ്യിക്കാവുന്നൊരു സംവിധാനം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ പല സെറ്റിനും ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഇല്ലാതെ ഉള്ള രീതിയിലൊരു സംഭവം ചെയ്യാൻ പോവാണ്. ചെയ്തതിന് ശേഷം അതിൻ്റെ സർക്യൂട്ടെല്ലാം മാറ്റണം. അത് മാറ്റി അത് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ബോർഡിലെ കംപ്ലൈൻറ്റൊക്കെ തീർത്തതിന് ശേഷം ഇതിന് 1-2 ഇൻഡിക്കേഷനൊക്കെ കൊടുക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്യുവാണ്. ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞ് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ലൈനുകളൊക്കെ കുറേ കൊടുക്കുവാണ്. അത് കുറേ വീഡിയോ മിസ്സിങ് ഉണ്ട് ഇതിൻ്റെ വർക്ക്. ആൾക്കാർക്ക് ധൃതി ആയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാതെയാണ് ഇപ്രാവശ്യം ചെയ്തത്. കാരണം ധൃതി ഉള്ളതുകൊണ്ട് ഈ വർക്ക് ഞാൻ ഇവിടെ വെറുതെ ക്യാമറാമാൻ വരുന്നിടം വരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് കാരണം ഇത് മണ്ട വെച്ചാൽ ഇതൊന്നും കാണുകയില്ല. വേറെ തൂടെയെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് ഞാൻ മണ്ട വെച്ചാലും ചെയ്തില്ല. അപ്പം അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ മിസ്സിങ് കാണും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ഗ്ലൂ ഗൺ എടുത്ത് അപ്പോൾ ഞാനത് ലൈനുകളൊക്കെ തന്നെ നമ്മൾ അടയ്ക്കാൻ പോവാണ്. അടച്ചു കഴിഞ്ഞാൽ സെറ്റ് പാടും. അപ്പോൾ നമ്മൾ അയൺ മാറ്റിക്കും. അയണൊന്നും വേണ്ട, ഗ്ലൂ ഗണ്ണ് ഊരിക്കും. സകലതും കഴിഞ്ഞു. സെറ്റ്. ഇത് നമ്മൾ ഇൻഡിക്കേറ്റർ വന്നു. ആ ഇൻഡിക്കേറ്റർ കെട്ട് കഴിയുമ്പോൾ നമുക്ക് പവർ ഓൺ ചെയ്യാം. ഇൻഡിക്കേറ്ററുണ്ട്, ഓക്കെ മതി. ഇനി അത് പവർ ഓൺ ചെയ്യുമ്പോൾ ആ ഇൻഡിക്കേറ്റർ തന്നെ കത്തും. ഇനി പെൻഡ്രൈവ് പ്ലേ ചെയ്യാം. ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് നോക്കിയേക്കാം. എല്ലാം കിട്ടും. എല്ലാ ഇൻപുട്ടും കിട്ടും. നമ്മുടെ ഒരു വീഡിയോ സോണി ടെക് ട്രാവൽ ഏജൻസി ഒത്തിരി പേര് ഒത്തിരി സംശയങ്ങളും കമന്റുകളും ഒക്കെ മറുപടി പറയുന്ന വിചാരിച്ചാണ്. ഓരോരുത്തർക്കും സ്പീക്കറോടെ ചെക്ക് ചെയ്തേക്കാം. അതിൻ്റെ പുതിയതായിട്ട് ഒരു മറുപടി പറയാം. ആദ്യമായിട്ട് എല്ലാവരും ചോദിക്കുന്നു വീഡിയോസിലെ കാണാത്തതിലാണ് പലരും എനിക്ക് മനസ്സിലായി. ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. ഞാൻ പല വീഡിയോയിലും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ 2, നമ്മളെന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ 3,
പിന്നെ ഫോൺ വിളിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ എടുക്കും. ഫോൺ 4 വർക്കിലാണ് ചിലപ്പോൾ എടുക്കാൻ പറ്റുന്ന എല്ലാ സ്പീക്കറും റെഡിയാണ്. അങ്ങനെയുള്ള കുറേ വർക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എടുക്കാൻ പാടാണ്. പിന്നെ കസ്റ്റമേഴ്സുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്ന ചിലപ്പോൾ ഷോപ്പിൽ കാണുന്നത് വരില്ല. അപ്പോൾ ഞങ്ങൾ ഷോപ്പിലുള്ള ദിവസം നിങ്ങൾ ഇനിയിപ്പം അനലോഗ് ഇന്നാണ് ഇനി അടുത്തത് നോക്കണ്ടേ. അപ്പോൾ അനലോഗ് ഇന്നിന് നമുക്കൊരു, കാരണം ഇത് ഈ സ്പീഡ് ചെയ്തില്ലെങ്കിൽ വർക്കുകൾ തീരത്തില്ല. ഒരു വർക്കിന് നേരം ഒത്തിരി നേരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനോട് നമ്മൾ സമാനം പറഞ്ഞ് മടുക്കും. വർഷങ്ങളായിട്ടിരിക്കുന്ന സെറ്റാണെങ്കിൽ അവർ നമ്മളെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ വലിയ പ്രതീക്ഷയാണ് അവർക്ക്. അതുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി അനലോഗ് ഇന്നൂടെ കൊടുക്കുവാണ്. ഇപ്പം നമ്മൾ ബ്ലൂടൂത്ത് ഓക്കെ, പെൻഡ്രൈവ് ഓക്കെ. ഇനി പവർ ഓൺ ചെയ്തു. ഇനി ഇതാ നമ്മൾ തൊട്ട് കേൾപ്പിക്കാം. പാട്ടൊന്നും കൊടുക്കാൻ നേരമില്ല. തൊട്ട് കേൾപ്പിക്കാം. ഇതിൻ്റെ ഇൻപുട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പം നമുക്കത് വരും. ഡിജിറ്റൽ ഇൻപുട്ടും ഉണ്ട്. വേണ്ടേ, കേട്ടല്ലോ, സൗണ്ട് കേട്ടല്ലോ. ഇത് പാട്ട് കൊടുത്താൽ പാട്ട് കേൾക്കും. അതിന് സംശയമൊന്നും വേണ്ട. കേട്ടല്ലോ ശബ്ദം. ലൈനിന്, ടി വിയുടെ ലൈനിന് വന്നു, ഡിജിറ്റൽ വന്നു, HDMI. ARC ആണെങ്കിൽ ഇത് മാറ്റി ഇൻപുട്ട് മാറുന്നതനുസരിച്ച് മാറിക്കോളൂ. ഇനി ഒന്നുകൂടെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് വരും. കേട്ടോ, ബ്ലൂടൂത്തിന് തൊട്ട് മുമ്പുള്ളതാണ് ഓക്സിന്. അപ്പോൾ ബ്ലൂടൂത്ത് കണക്റ്റഡായി. വീണ്ടും ബ്ലൂടൂത്ത് ഞാൻ പ്ലേ ചെയ്യാം. സെറ്റ് ഫുള്ള് വർക്കിംഗ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇനി ഇൻപുട്ട്, ഓരോ ഇൻപുട്ട് 1 2 3 ബ്ലൂടൂത്ത് വഴി. ഓക്കെ, ഇനി പാക്ക് ചെയ്യുവാണേ. ബ്ലൂടൂത്ത് കണക്ഷനായി. പവർ ഡിസ്കണക്ട് ചെയ്തേക്കട്ടെ. അതിന് ഡിസ്കണക്ട് ചെയ്തു. നമുക്ക് ഇങ്ങോട്ട് വന്ന പാഴ്സലിൽ തന്നെ തിരിച്ച് പാഴ്സൽ ചെയ്യുവാണ്. സെറ്റ് റെഡി ആയിട്ടുണ്ട്. പിടിച്ചു വെച്ച് സുജാതയുടെ മിക്സിയുടെ കൂട് കറക്റ്റാണ് ഇത്. തെർമോക്കോളൊക്കെ ഇരട്ടെ.
നമുക്ക് ഇച്ചിരി തെർമോക്കോളോട് ഇട്ടാലോ എന്നായാലും ഈ മൂല കൊടുക്കാതെ ഈ സൈഡും കൂടെ അങ്ങനെ ചെയ്യണോ? ഈ സൈഡും അങ്ങനെ ചെയ്യണം, എല്ലാ സൈഡും അങ്ങനെ ചെയ്യണം. എല്ലാ സൈഡും അങ്ങനെ ചെയ്തു. അത് എക്സ്ട്രാ കവറിങ് ആയിക്കോളൂ. അതെ, ഏറ്റവും നമുക്ക് പൊട്ടരുതാത്ത സ്ഥലമില്ല, എൻ്റെ കൺട്രോൾസ് അല്ല ഇപ്പം മണ്ടയില. ഈ മണ്ടല്ല അവിടെ ഒരു പീസ് കൂടെ താഴെ വീണിട്ടുണ്ട്, അതിനെടുത്തു. ഇതിപ്പോൾ അവിടെ ഇട്ടു, ഈ മൂലയായി, ഈ മൂലയായി ഉണ്ട്. നമുക്ക് ഇച്ചിരി തെർമോക്കോൾ ഇടണമല്ലോ. തെർമോക്കോൾ ഇല്ലേ? തെർമോക്കോൾ വേണോ? ഇവിടെ തെർമോക്കോൾ ഇട്ട് അവിടെ തെർമോക്കോൾ ഇട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനങ്ങേല. ഇത് ഇവിടെ ആയി. പിന്നെ ഇവിടെ ഇച്ചിരി തെർമോക്കോൾ ഇടാം. ഇവിടെ കൂടെ എല്ലാം കൂടി എല്ലാ മൂലയായി. ഇവിടെ തെർമോക്കോൾ ഇടാം, അവിടെ ഇടും. ഫ്രണ്ടിൽ അവിടെ ഇട്ടാൽ മതി. അവിടെ മതി, അത്ര മതി. ഒരു ഇവിടെ പുറകിൽ, ഇവിടെ ഇതിനകത്തല്ല, പുറകിൽ ഇവിടെ അവിടെ ഇട്ടു. ഇവിടെ ഇട്ടു. അത്രേ ഉള്ളൂ. ഇനി പൊട്ടിക്കും, അത് മതി. അതിൻ്റെ എഡ്ജും കൂടെ കൊള്ളിക്കാൻ ചുവടെ കയറ്റി വെച്ചു. ചാടിപ്പോകാതെ ഒരു ടേപ്പ് പൊട്ടിക്കട്ടെ. ഇവിടെ പിടിച്ചോ. ഓക്കെ, കുഴപ്പമില്ല. നല്ല ഡി ക്ലാസ് ആംപ്ലിഫയറും നല്ല സ്ട്രോങ്, നല്ല ആംബിയറുള്ള പവർ സപ്ലൈ ഒക്കെയാണ് സാംസങ് വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല. ഒന്ന് കുത്തിക്കാം. നമുക്ക് ഇതിൻ്റെ മോഡൊന്നും കിട്ടുന്നില്ലെന്നാണ് സബ്സ്ക്രൈബർ പറയുന്നത്. മെക്കാനിസം ഓപ്പൺ ആകുന്നില്ല. ഓപ്പൺ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. ക്ലോസ് ഉണ്ടല്ലോ. പിന്നെ ഓക്സ് അങ്ങനെയൊക്കെ വരും, പക്ഷെ മെക്കാനിസം പ്രവർത്തിക്കുകയെന്ന് പറഞ്ഞു. FM ഇതിൻ്റെ പിന്ന് പുള്ളി രണ്ടെണ്ണം തന്നിട്ടുണ്ട്. വയറ് നീട്ടാൻ നന്നാണ്. നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ നന്നായി അത് കൊണ്ടൊന്ന്. പിന്നുകൾ വേറെ ഇതൊരു പിന്ന്. ഇത് 2 പിന്ന്. ഇത് 4 പിന്ന്. നാലാമത്തെ 4 പിന്ന് വന്നിട്ടുണ്ട്. 5 പിന്ന്. ഇതുണ്ട്. ഈ പിന്നോട്ട് ഇങ്ങെടുത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 2 സ്പീക്കർ വെച്ചതിന് ശേഷം ടാപ്പ് എടുത്തൊന്ന് ചുറ്റിയാലേ ഇതൊന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് തീരുന്നിടം വരെ. ഈ സ്പീക്കർ അത്യാവശ്യമാണ് നമുക്ക്. എന്താണ് ചെയ്യുന്നത്? നമ്മൾ മെക്കാനിസം അഴിച്ചെടുത്തു. മെക്കാനിസം നമ്മൾ ഊരിയെടുക്കുകയാണ്. ആയി, കുഴപ്പമില്ല. മെക്കാനിസം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ
വീലൊക്കെ ഇല്ല ഇവിടെ, പക്ഷെ ഒട്ടിക്കണം ഒരു തുള്ളി പശ വേണം, അല്ലെങ്കിൽ പിന്നെ ഉരുക്കും. കൈവില റബ്ബറിന്ന് കാണിച്ച റബ്ബറല്ല, പ്ലാസ്റ്റിക്. അല്ല അപ്പുറത്തെ അത് റബ്ബർ. ബെൽറ്റ്. അത് വലുത, അത് സാരമില്ല. ഇതുപോലത്തെ ചെറിയ പുള്ളി ഏതെങ്കിലും മോട്ടറാന്ന് എടുക്കുവാണെങ്കിൽ ഇട്ട് നിൽക്കത് എനിക്ക് പൊട്ടിപ്പോയത്. ഉണങ്ങട്ടെ. നോക്കാം. ആ പൊട്ടിയ വക്കെല്ലാം കൂടി ഒന്ന് ചോദിക്കാം. ടൂസർ അങ്ങനെ പിടിച്ചാൽ മതി. ചോദിക്കൊന്നുമില്ല. നമുക്ക് പിടിച്ചാൽ ചോദിക്കും. ലോഡ് നോ ഡിസ്ക് പറഞ്ഞു. ഇനി ഫങ്ഷനല്ല, ഇജക്റ്റാണല്ലോ നമുക്ക് എടുക്കേണ്ടത്. ഇജക്റ്റ് ക്ലോസ് ഓപ്പൺ ആകുന്നില്ല. നോ ഡിസ്കാണ് പറയുന്നത്. ഓപ്പൺ ലോഡ് നോ ഡിസ്ക് പറഞ്ഞു. അത്രയും പറഞ്ഞാൽ മതി. ഇനി ഇത് ഓരോ ഇൻപുട്ട്, ഓക്സ് ഇൻപുട്ട്, FM, പെൻഡ്രൈവ് എല്ലാം തുരുമ്പെടുത്തിരിക്കുക ഉപയോഗിക്കാതെ. അനലോഗ് ഇൻപുട്ട് നമുക്കൊന്ന് കൊടുത്ത് നോക്കിയാലോ. നമ്മുടെ DVD പ്ലെയർ അറിഞ്ഞെടുത്താലോ. നമ്മുടെ DVD പ്ലെയർ അറിഞ്ഞെടുത്താൽ മെക്കാനിസം സ്റ്റക്കാണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് വരാത്തെന്നാണ് കസ്റ്റമർ എന്നോട് പറഞ്ഞത്. പക്ഷേ അതല്ല, ഒരു ചാനലിൽ ഔട്ട്പുട്ടില്ല, ഫുൾ ഓളി കിടക്കുന്നു. ഒരു ചാനലും വർക്കിംഗ് അല്ല. അനങ്ങുന്നുമില്ല. ഇനി ആമ്പിൻ്റെ വോൾട്ടേജ് വല്ലതും മിസ്സിങ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. നമ്മൾ സ്റ്റക്കായ മെക്കാനിസം ഒക്കെ ശരിയാക്കി, എന്നാലും അതിന് ഓഡിയോ ഔട്ടില്ല. അപ്പോൾ അതിൻ്റെ സപ്ലൈ ഓഡിയോ ഔട്ടിൻ്റെ നമ്മൾ വേറെ ഡിസ്ക് കൊടുത്തിട്ടുണ്ട് ഓഡിയോയിന്, എന്നിട്ടും ഒരു അനക്കവും ഇല്ല. അപ്പം മിക്കവാറും സപ്ലൈ പോയിരിക്കുമായിരിക്കും. ഇത് IC ഒന്നും ചൂടാകുന്നേ ഇല്ല, യാതൊരു അനക്കവും ഇല്ല. പ്രോസസ്സറിനും ഓക്സിന് കൊടുത്തിട്ട് മൈക്ക് 2 മൈക്ക് 1 ആണത്. ഓക്സിൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്സിന് അവിടെ സപ്ലൈ ഇല്ല. നമ്മൾ സോണിയുടെ DVD പ്ലെയറിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കൊടുത്തിരിക്കുക. ഓഡിയോ ഇൻപുട്ട് കൊടുത്തേക്കുവാണ്, എന്നിട്ട് യാതൊരു അനക്കവും ഇല്ല. സ്റ്റക്കൊക്കെ മാറ്റി നോ ഡിസ്കായി. ഇനി
ജംഗ്ഷൻ, ഡിജിറ്റലിന് ഓക്സിന്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം സ്റ്റക്കുള്ള പ്രശ്നം മാറ്റി. ഇനിയിപ്പോൾ ഔട്ട്പുട്ടില്ല. പിന്നെ അതിൻ്റെ വയറുകളെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അതെല്ലാം നീട്ടണം. ഞാൻ വേറെ സ്പീക്കർ കൊടുത്ത് നോക്കി, വോളിയം ഫുൾ അടിച്ച് നോക്കി, രക്ഷയില്ല. അപ്പോൾ തൽക്കാലത്തിന് ഇവനെ മാറ്റി വെക്കുകയാണ്, കാരണം ഈസി ജോബല്ല. മെക്കാനിസം എൻ്റെ വീലും എല്ലാം പറഞ്ഞു കിടക്കുമായിരുന്നു, ബെൽറ്റും എല്ലാം. പക്ഷേ അതൊക്കെ ശരി, മെക്കാനിസം സെറ്റായി. പക്ഷേ ഔട്ട്പുട്ടില്ല, ഒരു ചാനലിലും ഔട്ട്പുട്ടില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് തൽക്കാലം സെറ്റ് മാറ്റി വെക്കാൻ നിർത്തിയില്ല. ഇതുകൊണ്ടിരുന്നാൽ പണി തിരിയല, നല്ല സമയം എടുക്കും. ഇത് ഒന്നാമത് ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന തോന്നുന്നു. നോക്കാം. അതുകൊണ്ട് ഇതിൻ്റെ സ്ക്രൂ എല്ലാം കൂടെ ഒരു കുടുങ്ങിയെടുത്തു. സ്ക്രൂ എല്ലാം കവറിനകത്താക്കി. ടോപ്പ് കവർ കസ്റ്റമറെ ആരോ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു. DVD പ്ലെയർ ഓണായി നിന്നാലേ അതുകൊണ്ട് ഓഡിയോ വരാത്തെന്നാണ് നേരത്തെ നോക്കിയവർ പറഞ്ഞതായിരിക്കാം. പക്ഷേ DVD പ്ലെയറൊക്കെ ഇപ്പോൾ ഓണായി ഔട്ട്പുട്ട് ഇല്ലാത്തതാണ്. സെറ്റിന് ഔട്ട്പുട്ടില്ല. അത് വേറെ എന്തോ കാരണങ്ങൾ കൊണ്ടാണ് അത് നോക്കേണ്ടിയിരിക്കുന്നു. കുത്തിയല്ലേ മഞ്ഞ സെറ്റ് തക്കാലം മാറ്റി വെക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ, നമുക്ക് നാളെ വരെ നോക്കാം. ഇതെല്ലാം അങ്ങ് മാറ്റിക്കും, ഈ സാധനങ്ങൾ ഫുള്ള് മാറ്റിക്കും.